Good morning, students. Rate of change and chain rule ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Good morning, children. Rate of change and chain rule ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കുറേ പ്രോബ്ലംസ് നോക്കി. പാരാമെട്രിക് ഫോമിൽ തന്നിട്ടുണ്ടാവും. ദാറ്റ് ഇസ് എക്സും വൈയും വിത്ത് റെസ്പെക്ട് ടു ടി ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. എക്സ് ആൻഡ് വൈ വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ടി. നമ്മൾ എന്ത് ചെയ്യും? എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി, വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ എന്ത് ചെയ്യും? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യും, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി ടി ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഡി എക്സ് ബൈ ഡി ടി ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റഡ് റേറ്റ്സും അതുപോലെ തന്നെ ആൻറ്റി ഡെറിവേറ്റീവ്സിൻ്റെ ഇൻട്രൊഡക്ഷനുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കാം പ്രോബ്ലംസ്. Assume x and y are functions of t. Relate dx by dt and dy by dt using the following equations. അപ്പോൾ എക്സും വൈയും ടിയുടെ ഫംഗ്ഷൻ ആണ്. നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? ഇക്വേഷൻ ഗിവൺ ഹിയർ ഇസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3. രണ്ടിനെയും എന്ത് ചെയ്യാം? ആ ഇക്വേഷനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x dt വരും അല്ലേ? മൈനസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. മൈനസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y ഡി വൈ ബൈ ഡി ടി എന്ന് വരും. ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ 2x dx by dt minus 2y dy by dt equal to 0. That is dx by dt will be equal to dy by dt. So dx by dt will be equal to 2y by 2x into dy by dt. ശരിയല്ലേ? ഡി എക്സ് ബൈ ഡി ടിനെ മാത്രം ലെഫ്റ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ടു വൈ ബൈ 2x ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്നാവും. 2 വീതം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ y ബൈ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്നാണ് ആൻസർ ആയിട്ട് വരിക. സോ ഹൗ ഇസ് ഡി എക്സ് ബൈ ഡി ടി ആൻഡ് ഡി വൈ ബൈ ഡി ടി റിലേറ്റഡ്? ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് ഓഫ് ഡി വൈ ബൈ ഡി ടി. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് വൈ പ്ലസ് വൈ റേസ് ടു 4 ഈക്വൽ ടു 1. എങ്ങനെയാണ്? എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് വൈ പ്ലസ് വൈ റേസ് ടു 4 ഈക്വൽ ടു 1. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും നമുക്ക് കാണേണ്ടത് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും തമ്മിലുള്ള റിലേഷനാണ്. സോ എക്സ് റേസ് ടു 4നെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതുപോലെ വൈ റേസ് ടു 4നെയും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈക്വൽ ടു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് നമുക്കറിയാം 0 ആണെന്ന്. സോ എക്സ് റേസ് ടു 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 4x³ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഇനി എക്സ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈ റേസ് ടു 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4y³ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽസ് ടു 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 4x³ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി ടി പ്ലസ് വൈ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 4y³ ഡി വൈ ബൈ ഡി ടി ഈക്വൽസ് ടു 0. ഇവിടെ എന്ത് ചെയ്യാം? ഡി എക്സ് ബൈ ഡി ടി ടേംസ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് ഡി വൈ ബൈ ഡി ടി ടേംസ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. സോ ഡി എക്സ് ബൈ ഡി ടി ടേംസിൻ്റെ ഏതൊക്കെയുള്ളത്? 4x³ എന്നും y എന്നും ഉണ്ട്. സോ ഡി എക്സ് ബൈ ഡി ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ 4x³ പ്ലസ് വൈ വിൽ ബി ഈക്വൽ ടു, രണ്ട് ടേമും പോസിറ്റീവ് ആണ്. ഡി വൈ ബൈ ഡി ടിയുടെ രണ്ട് ടേമും പോസിറ്റീവ് ആണ്. അതിന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. സോ നെഗറ്റീവ് ഓഫ് ഡി വൈ ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് എക്സ് നെഗറ്റീവ് ഓഫ് ഡി വൈ ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 4y³ എന്നാണ് വരിക അല്ലേ? നോക്കാം. ഡി എക്സ് ബൈ ഡി ടി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 4x³ പ്ലസ് വൈ. ഇനി അവിടെ നിന്ന് തന്നെ ഡി വൈ ബൈ ഡി ടി കോമൺ എടുക്കുമ്പോൾ എക്സ് പ്ലസ് 4y³ ഈക്വൽ ടു 0. സോ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് 4y³ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. കൂടെ ആരും കൂടി വരും ഡിനോമിനേറ്ററിൽ 4x³ പ്ലസ് വൈ എന്ന് വരും. സോ ഡി എക്സ് ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 4y³ ഡിവൈഡഡ് ബൈ 4x³ പ്ലസ് വൈ ഡി വൈ ബൈ ഡി ടി. ഓക്കെ, suppose x square plus y square equal to t and that x is equal to 3, y equal to 4 and dx by dt equal to 7. When t equal to 25, what is dy by dt at that moment? എന്താണ്? t equal to 25 ആകുമ്പോൾ xന്റെ വാല്യൂ 3, yയുടെ വാല്യൂ 4, dx by dt 7 ആണെങ്കിൽ നമ്മളെ കൊണ്ട് ഡി വൈ ബൈ ഡി ടി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ടി ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1 എന്ന് വരും അല്ലേ? സോ ഡി വൈ ബൈ ഡി ടി ആണ് നമ്മളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഡി വൈ ബൈ ഡി ടി മാത്രം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് ബാക്കി ടേംസിനൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വരും? 1 മൈനസ് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഹോൾ ഡിവൈഡഡ് ബൈ 2y എന്ന് വരും.
1 minus 2x into dx by dt whole divided by 2y. ഇവിടെ എന്ത് ചെയ്യാം? എക്സിന് പകരം 3 എന്നും വൈക്ക് പകരം 4 എന്നും ഡി എക്സ് ബൈ ഡി ടിക്ക് പകരം 7 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 ഇൻറ്റു 3 ഇൻറ്റു 7 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് 3, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് 7. സോ 2 ഇൻറ്റു 3 ഇൻറ്റു 7 ദാറ്റ് ഇസ് 6 7s are 42. 1 മൈനസ് 42 എത്ര വരിക? മൈനസ് 41 ബൈ 8. ഓക്കെ, സോ ഡി വൈ ബൈ ഡി ടി എന്തായി? മൈനസ് 41 ബൈ 8 ആയിട്ട് മാറി. ഇനി നോക്കാം. A spherical balloon is being blown up by a child at a certain instant during inflation. The air enter the balloon to make the volume increase at the rate of 50 cubic centimeter per second. At the same instant, the balloon has a radius of 10 centimeter. How fast is the radius changing with the time? എങ്ങനെ തന്നിരിക്കുന്നത്? ഒരു സ്പെറിക്കൽ ബലൂൺ ആണെന്ന് തന്നിട്ടുണ്ട്. ബലൂണിന്റെ ഷേപ്പ് എന്താ? സ്പെറിക്കൽ ആണ്. അതിനകത്തേക്ക് എയർ ബ്ലോ ചെയ്യുമ്പോൾ, എയർ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ബലൂൺ എന്താവുന്നു? വലുതാവുന്നു. ബലൂൺ വലുതാവുന്നതിൻ്റെ ഒപ്പം എന്താ സംഭവിക്കുന്നത്? വോളിയം ഇൻക്രീസ് ആവുന്നു. വോളിയം ഇൻക്രീസ് ആവുന്നതിൻ്റെ റേറ്റ് ആണ് തന്നിരിക്കുന്നത് 50 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, 50 സെൻറ്റിമീറ്റർ ക്യൂബ്സ് പെർ സെക്കൻഡ്. അപ്പം ഉണ്ടാവുന്ന ആ ഇൻസ്റ്റൻറ്റിലുള്ള റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണെന്ന്. അങ്ങനെയെങ്കിൽ നമ്മളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റേഡിയസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദാറ്റ് ഇസ് dr ബൈ dt ആണ് നമ്മളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പെറിക്കൽ ബലൂൺ ആണ്, അതിനകത്തേക്ക് എയർ ഫിൽ ചെയ്യണു. സോ വി നീഡ് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദാറ്റ് സ്പെറിക്കൽ ബലൂൺ. ഇനി വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ സ്പിയർ? v is equal to 4/3 pi r cube. ഓക്കെ, അതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് കഴിഞ്ഞാൽ എന്ത് വരും? 3r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. 3r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഓക്കെ, വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. വോളിയം എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഡി വി ബൈ ഡി ടി നമുക്ക് തന്നിട്ട് 50 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. ആ സമയത്ത് ആ ഇൻസ്റ്റൻറ്റിലുള്ള റേഡിയസ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റേഡിയസ് എത്രത്തോളം ഇൻക്രീസ് ആവുന്നു എന്നാണ് നമ്മളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഡി ആർ ബൈ ഡി ടി. സോ നമുക്ക് അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി വി ബൈ ഡി ടിക്ക് പകരം 50 എന്നും 4/3 പൈ ഇൻറ്റു 3r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. അവിടെ 3 വീതം ക്യാൻസൽ ആവാം. പൈനെ അങ്ങനെ ഇരിക്കട്ടെ, പൈനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. ആറിന് പകരം എന്ത് വാല്യൂ കൊടുക്കാം? 10 എന്ന് കൊടുക്കാം. സോ 50 ഈസ് ഈക്വൽ ടു 4 പൈ ഇൻറ്റു 10² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. That is dr by dt is equal to 50 divided by 100 into 4 pi. 10² പറയുമ്പോൾ 100 ആണല്ലോ. സോ 100 into 4 pi എവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. സോ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. 50 divided by 100 is 2. So 1/2 into 4 pi, that is 1/8 pi centimeter per second. So radius is increasing at the rate of 1/8 pi centimeter per second. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ദ ക്വാണ്ടിറ്റീസ് എക്സ് വൈ സെഡ് ആൻഡ് റിലേറ്റഡ് ബൈ ദ ഇക്വേഷൻ x² + y² = z² = 14, dx by dt = 2, dy by dt = 3. When x is equal to 2, y equal to 1, z equal to 3, what is dx by dt? എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, ശരിയല്ലേ? ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി തന്നിട്ടുണ്ട്, എക്സ് വൈ സെഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കൊണ്ട് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കണോ? ഡി എക്സ് ബൈ ഡി ടി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കണു. ഇനി എക്സും വൈയും എങ്ങനെ റിലേറ്റഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാ? x² + y² + z² = 14 എന്നാണ് അതിൻ്റെ റിലേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. So x² + y² + z² = 14 ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ 2x dx by dt + 2y dy by dt + 2z dz by dt = 0. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1, സെഡിൻ്റെ വാല്യൂ 3, dx by dt യുടെ വാല്യൂ 2, dy by dt യുടെ വാല്യൂ 3 എന്ന് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ഇപ്പോൾ കിട്ടിയ നമ്മൾക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 × 2 × 2 + 2 × 1 × 3 plus 2 into 3 into dx by dt equal to 0. That is 8 plus 6 plus 6 dz by dt equal to 0. 8 plus 6 എത്ര വരിക? 14. അതിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 6 dz by dt equal to -14 വരും. സോ dz by dt equal to -14/6 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -7/3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സർഫേസ് ഏരിയ ഓഫ് എ ക്യൂബ് ഇസ് ഗ്രോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 cm² per second. സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യണം. ദാറ്റ് ഇസ് ഡി എ ബൈ ഡി ടി ആണ് സർഫേസ് ഏരിയ. സർഫേസ് ഏരിയ എങ്ങനെ കാണാം? ക്യൂബിൻ്റെ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എ എന്ന് മാത്രം എഴുതാം. ഓക്കെ, സോ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് ആണ് തന്നിരിക്കുന്നത് 4 cm² per second. ദാറ്റ് ഇസ് ഡി എ ബൈ ഡി ടി ആണ് നമുക്ക്
4 centimeter square per second എന്ന് തന്നിരിക്കുന്നത്. How fast is the length of the side growing when the cube has side 2 centimeter long? അപ്പോൾ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ക്യൂബാണ് തന്നിരിക്കുന്നത്. ക്യൂബിൻ്റെ സർഫേസ് ഏരിയ എങ്ങനെ കാണാം? 6a² ആണ്. സോ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് അറ്റ് വിച്ച് ദ സൈഡ് ഈസ് ഇൻക്രീസിങ്, ദാറ്റ് ഇസ് dA/dt, ദാറ്റ് ഇസ് d/a/dt, ദാറ്റ് ഇസ് സ്മോൾ എ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സൈഡ് ആണ്. അതാണ് നമ്മളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി സൈഡ് എങ്ങനെയാണ്? 2 സെൻറ്റിമീറ്റർ ലോങ് ആകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻക്രീസിങ്? ദാറ്റ് ഈസ് സർഫേസ് ഏരിയ 4 centimeter square per second എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈഡ് എങ്ങനെയായിരിക്കും ഇൻക്രീസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. സോ സർഫേസ് ഏരിയ ഈക്വൽ ടു 6a², dA/dt ഈക്വൽ ടു 6 into 2a into dA/dt. a സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2a into dA/dt ആണല്ലോ വരിക. സോ dA/dt, d into capital A/dt എന്ന് പറയുന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 4 ഈക്വൽ ടു 6 into 2 into 2 into dA/dt, ദാറ്റ് ഇസ് 4 ഈക്വൽ ടു 6 into 4, 24. So 24 into dA/dt. So dA/dt equal to 4/24. That is equal to 1/6 centimeter per second. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The number of gallons of water in tank T minutes after the tank has drained, after the tank was started to drain is Q of T equal to 200 into 30 minus T the whole square. How fast is the water running out at the end of 10 minutes? എന്താ തന്നിട്ടുണ്ട്? ഒരു ഗാലോണിൽ the number of gallons of water in a tank in T minutes. അപ്പോൾ ഗാലോൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു ടാങ്കിൽ ടി എന്ന് പറയുന്ന മിനിറ്റ്സിൽ എത്ര വാട്ടർ ഉണ്ടായിരുന്നു, ആ വാട്ടർ ഡ്രെയിൻ ഔട്ട് ചെയ്യണതിൻ്റെ റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. Q of T equal to 200 into 30 minus T the whole square. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് 10 minutes, ലാസ്റ്റ് 10 minutesൽ എത്ര വെള്ളമായിരിക്കും റൺ ഔട്ട് ആവുന്നുണ്ടാവുക? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ആവറേജ് റേറ്റ് അറ്റ് വിച്ച് വാട്ടർ ഫ്ലോസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 10 minutes. സോ ആദ്യത്തെ 10 മിനിറ്റിൽ എങ്ങനെയാണ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യാം? So given Q of T equal to 200 into 30 minus T square. എന്ത് ചെയ്യണം? dQ/dt ചെയ്യണം. നമ്മളെ കൊണ്ട് rate at which the water is flowing out of the tank at the last 10 minutes ആണ് ക്വസ്റ്റ്യൻ അല്ലേ? സോ dQ/dt ഫൈൻഡ് ഔട്ട് ചെയ്യണം. So dQ/dt is equal to 200 into 2 into 30 minus T into minus 1. That is minus 400 into 30 minus T. നമ്മളെ കൊണ്ട് എങ്ങനെ കാണാൻ പറയുന്നത്? റേറ്റ് at the end of last 10 minutes. So dQ/dt at T equal to 10. So minus 400 into 30 minus 10, that is minus 400 into 20, which is equal to minus 8,000. That is flowing out ആയതുകൊണ്ടാണ് എന്തായത്? നെഗറ്റീവ് സൈൻ വന്നത്. സോ 8,000 ആണ് അതിൻ്റെ റേറ്റ് അറ്റ് വിച്ച് ദ വാട്ടർ ഇസ് ഫ്ലോയിങ് ഔട്ട് അറ്റ് ദ എൻഡ് ഓഫ് 10 minutes. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ ആവറേജ് റേറ്റ് അറ്റ് വിച്ച് വാട്ടർ ഫ്ലോസ് ഔട്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് 10 minutes. സോ ആവറേജ് കാണണം ആദ്യത്തെ 10 മിനിറ്റ്. സോ Q of 10 minus Q of 0 by 10 minus 0. അങ്ങനെയല്ലേ കാൽക്കുലേറ്റ് ചെയ്യുക ആവറേജ്? അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ, അപ്പോൾ 0 minutes തൊട്ട് 10 minutesൻ്റെ ഉള്ളിൽ വാട്ട് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വാട്ടർ ഇസ് ഫ്ലോയിങ് ഔട്ട്? സോ Q ആവറേജ്, ദാറ്റ് ഇസ് Q ആണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. സോ Q ആവറേജ് ഇസ് ഈക്വൽ ടു Q of 10 minus Q of 0 by 10 minus 0. ദാറ്റ് ഇസ് നമുക്ക് Q of Tയുടെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? എന്താ ഇക്വേഷൻ തന്നിരിക്കുന്നത്? 200 into 30 minus T the whole square ആണ്. സോ ആദ്യം നമ്മൾ ടിക്ക് പകരം 10 കൊടുക്കാം, പിന്നീട് ടിക്ക് പകരം 0 കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. സോ 200 into 30 minus 10 the whole square minus 200 into 30 minus 0 the whole square whole divided by 10 minus 0. ഓക്കെ, 30 minus 10 എത്ര വരിക? 20 the whole square പറയുമ്പോൾ 400 into 200 ചെയ്ത് കഴിഞ്ഞാൽ 80,000 എന്ന് വരും. മൈനസ് 200 into 30 minus 0 the whole square പറയുമ്പോൾ 30 square എത്രയാണ്? 900. സോ 900 into 200 ചെയ്ത് കഴിഞ്ഞാൽ 1,80,000 എന്ന് വരും. സോ 80,000 minus 1,80,000 divided by 10. That is 1 lakh divided by 10, that is equal to minus 10,000. That is average rate at which the water flowing out of the tank during the first 10 minutes is 10,000. Negative sign ഉദ്ദേശിക്കുന്നത് എന്താണ്? വീണ്ടും അതെന്താവുന്നു? ഇറ്റ് ഇസ് ഡ്രെയിനിങ് ഔട്ട്. ഓക്കെ, antiderivative ആണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് antiderivative of f is a function f such that f dash of x is equal to f of x. In this case we write capital F of x is equal to integral f of x dx. The function on the right hand side of the above equation is called the indefinite integral of f and f is called the integrand. If capital F of x is the antiderivative of f of x, the general antiderivative has the form
capital F of x plus c for an arbitrary constant c. Okay, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ആന്റി ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവിന്റെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ആന്റി ഓഫ് ഡെറിവേറ്റീവ്. വി വിൽ ഫൈൻഡ് ദ ഇന്റഗ്രൽ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ. നോക്കാം, ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് 2x plus 3. അപ്പോൾ എഫ് ഓഫ് എക്സിനെ 2x plus 3 ആക്കി കൺസിഡർ ചെയ്യാം. ആന്റി ഡെറിവേറ്റീവ് ആയിട്ട് ഏതെടുക്കാം? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആക്കി എടുക്കാം. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 2x plus 3 ഡി എക്സ്. ഇന്റഗ്രൽ 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x square by 2, 2 വീതം ക്യാൻസൽ ആവാം. സോ x square plus 3x plus c, ഇന്റഗ്രൽ 3 ഡി എക്സും കൂടി ചെയ്യണമല്ലോ, രണ്ട് ടേം സം റൂൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ 2 വീതം ക്യാൻസൽ ചെയ്ത് പോയി ഫസ്റ്റ് ടേമിൽ. സോ x square plus 3x plus c, ഇതാണ് ആന്റി ഡെറിവേറ്റീവ് ഓഫ് 2x plus 3 എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. x raised to 3 by 2 minus root x, that is f of x എങ്ങനെ എഴുതാം? x raised to 3 by 2 minus root x നെ ഞാൻ x raised to 1 by 2 എന്ന് എഴുതും. അപ്പോൾ ആന്റി ഡെറിവേറ്റീവിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആക്കി എടുക്കാം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇന്റഗ്രൽ x raised to 3 by 2 minus x raised to 1 by 2 of dx. So that is രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രൽ x raised to 3 by 2 dx minus ഇന്റഗ്രൽ x raised to 1 by 2 dx ചെയ്യാം. x raised to 3 by 2 dx ചെയ്യുമ്പോൾ എന്താ വരിക? x raised to 3 by 2 plus 1 by 3 by 2 plus 1 minus x raised to 1 by 2 plus 1 by 1 by 2 plus 1. That is x raised to 5 by 2 by 5 by 2 minus x raised to 3 by 2 by 3 by 2 plus c എന്ന് വരും. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു, ദാറ്റ് ഇസ് ഡിനോമിനേറ്ററിന് റെസിപ്രോക്കേറ്റ് ചെയ്ത് എഴുതാന്ന് മാത്രം. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 2 by 5 into x raised to 5 by 2 minus 2 by 3 into x raised to 3 by 2 plus c. ഓക്കെ, ഇനി ആന്റി ഡെറിവേറ്റീവ്സിനെയും വേറെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.